ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ എങ്ങനെ നമുക്ക് റീപ്രിൻ്റ് ചെയ്ത് എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ ഗൂഗിളിൽ UIDAIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറേണ്ടതാണ്. ഇവിടെ കയറി കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പേജിലേക്ക് പോകും. അവിടെ ആധാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതുപോലെ കാണാൻ പറ്റും. അതിൽ ഈ ഗെറ്റ് ആധാർ എന്നുള്ള ഓപ്ഷനിൽ ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ്, ചെക്ക് സ്റ്റാറ്റസ്, ഓർഡർ ആധാർ PVC കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. അവിടെയും കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാം. ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യണം. ക്യാപ്ചയും എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ വിത്ത് OTP എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കൊരു OTP വരുന്നതാണ്. OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. 230896. OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് നമുക്ക് വരും. അതിൽ മൂന്നാമത്തെ ഓപ്ഷനായ ഓർഡർ ആധാർ PVC എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ആധാർ PVC ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് എല്ലാം ഇതുപോലെ അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു OK ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിക്കാതെ സെറ്റ് ചെയ്യണം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. 75 രൂപയാണ് പേയ്മെൻ്റ് ആവുന്നത്. നമുക്ക് അക്ഷയ പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. താഴെയായിട്ട് ഏത് പേയ്മെൻറ്റ് മോഡാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. UPI എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേ, Paytm, ഫോൺപേ അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ ഇത് വീട്ടിൽ വരുന്നതാണ്.